ഹായ്, ഐ ആം റിൻഡോ. ഇന്ന് എൻ്റെ പ്രായമുള്ളൊരു വണ്ടിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. 91 മോഡലാണ്. അത് മാനുഫാക്ചറിങ് ഡേറ്റ് ആണ് 91, ഇമ്പോർട്ടഡ് ആണ്. 96 ഇമ്പോർട്ട് ചെയ്തേക്കണാണ്. 2.5 ടു ഡോർ പജീറോ ആണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈയിടെയാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിറങ്ങിയത്. ഇപ്പോൾ 91 മോഡൽ വണ്ടിയാകുമ്പോൾ അതിൽ കുറച്ച് റീസ്റ്റോറേഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പെയിൻറ്റ് പുതിയ പെയിൻറ്റാണ്. പെയിൻറ്റിങ് വർക്ക് ഈയിടെ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ അവൻ്റെ യൂസിനനുസൃതമായ വണ്ടി അവൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓഫ് റോഡിങ് ബമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് റോഡ് ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓഫ് റോഡ് അലോയ് വീൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ അയൺമാൻ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അയൺമാൻ സസ്പെൻഷൻ ഏകദേശം ഒരു 90,000 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംഫോർട്ട് നമുക്ക് ശരിക്കും വണ്ടി ഓടിച്ച് ചെയ്യുമ്പോൾ നമുക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സാധാ പജീറോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള റിയർ ഡിഫറൻഷ്യൽ ലോക്ക് വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഇത്ര നാളായിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു വണ്ടിയിൽ കാണുന്നത്. അത് ഈ ഷോർട്ട് വീൽ ബേസിന് മാത്രമാണ് ഒരു റിയൽ ഡിഫ് ലോക്ക് വരുന്നത്. ഈ 2 ഡോർ പജീറോയിൽ എയർ ബാഗ് ഇല്ലാത്തതുകൊണ്ട് എയർ ബാഗിൻ്റെ പൊസിഷൻ ഡ്രൈവറിൻ്റെ എയർ ബാഗിൻ്റെ അവിടെ ഒരു ഗ്രാബ് ഹാൻഡിലും പിന്നെ ആൾട്ടിമീറ്റർ ഇൻക്ലിനോമീറ്റർ ഈ മോഡലിലും വരുന്നില്ല. പുതിയ പജീറോയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന SFX GLXൽ കാണുന്ന പോലെ അൾട്ടിമീറ്റർ ഇതിന് കൊടുത്തിട്ടില്ല. പിന്നെ AC കൺട്രോൾ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കമ്പനി തന്നെ ഒരു റിയൽ ഡിഫറൻഷ്യൽ ലോക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു കംപ്രസർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന പോലെ പജീറോയിൽ തന്നെ 2H 4H 4HLC ന്യൂട്രൽ 4LLC സെയിം തന്നെ എല്ലാ ഫങ്ഷനും തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ് ലൈറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ 2 സീറ്റാണുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ SFXൽ വരുന്ന പോലെ തന്നെ ഡിക്കിയിലുള്ള 2 സീറ്റാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് ഫ്രണ്ട് സീറ്റ് സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിലോട്ട് കയറുന്നത്. പിന്നെ റിയറിൽ ക്ലൈമറ്റ് കൺട്രോൾ AC കൊടുത്തിട്ടുണ്ട്. അത് 91 മാനുഫാക്ചർ വണ്ടിയാണെന്ന് ഓർക്കണം. അതിൽ റിയറിൽ ക്ലൈമറ്റ് കൺട്രോൾ AC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും പജീറോ ഈ ഷോർട്ട് വീൽ ബേസുമായിട്ട് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അതിന് സെൻട്രൽ റോയിലുള്ള സീറ്റ് മാത്രമേ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫ്രണ്ടും ബാക്കും എല്ലാം പജീറോ SFXും GLXും എല്ലാം സെയിം തന്നെയാണ്. ഇത് കുറച്ച് ഷോർട്ട് വീൽ ബേസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ എൻജിൻ 2.5 ലിറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് എല്ലാം ഊരി വെച്ചിരിക്കുന്നത്. ഫുഡ് റെസ്റ്റ് അവിടെ ഒത്തിരി ആൾക്കാർ യൂട്യൂബിൽ പജീറോയുടെ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ഇത് സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ യൂസ്ഡ് വണ്ടിയായിട്ട് മേടിക്കാൻ പറ്റിയില്ല. ഏറ്റവും നല്ലൊരു വണ്ടിയാണ് പജീറോ. കാരണം നമുക്കതൊരു ഓഫ് റോഡറായിട്ട് യൂസ് ചെയ്യാം, ഒരു ടൂററായിട്ട് യൂസ് ചെയ്യാം, ഒരു ഫാമിലി വണ്ടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം സുഖമായിട്ട് 5 പേർക്ക് അതിൻ്റെ അകത്ത് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇതൊരു വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ്. പാർട്സുകളെല്ലാം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള പാർട്സുകളാണ്. അതിനൊന്നും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഫൺ ഡ്രൈവ് ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാം, ഞാൻ അതിനകത്ത് എൻ്റെ ഫൺ ഡ്രൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അധികം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഫൺ ഡ്രൈവുകളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിക്കുകയാണെങ്കിൽ വണ്ടിക്ക് യാതൊരുവിധ ഡാമേജുകളോ സ്പെയറുകളോ മാറേണ്ട ആവശ്യമോ വരുന്നില്ല. പിന്നെ പാർട്സുകളെല്ലാം ഓൺലൈനിൽ കിട്ടുന്ന സൈറ്റ് മെഗാസിപ്പ് എന്ന് പറഞ്ഞ സൈറ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും പഴയ മോഡലിൻ്റെ പാർട്സുകളാണ് നമുക്ക് ഓൺലൈനിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. SFXൻ്റെ പാർട്സുകളെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ലോക്കൽ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പജീറോയുടെ വർക്കുകൾ ചെയ്യുന്ന എനിക്കറിയാവുന്ന 2 വർക്ക്ഷോപ്പുകളുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന MT ടയർ 275/17R16 ആണ്.
ടയറ് വലിച്ചു കേട്ടോ. ഇപ്പൊ മറച്ചേനെ മറച്ചേനെ ആ ചില്ല് പൊക്കിയിട്ടടാ വിഷ്ണു. ആ ചില്ല് പൊക്കിയിട്, ചില്ല് പൊക്കിയിട്. ഹായ്. ബ്രേക്ക് പിടിക്കല്ലേ, ബ്രേക്ക് പിടിക്കല്ലേ.